വെൽക്കം ടു അവർ ചാനൽ മാഗ്നട്രിക്സ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാമല്ലോ, 8ാം ക്ലാസ്സിൽ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത് മൂന്നും കൂടെ ബേസിക് സയൻസ് എന്ന് പറയുന്ന ഒറ്റ സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. അതിൽ ഫിസിക്സ് ടോപ്പിക്സ് ആയിരിക്കും ഞങ്ങൾ ഈ ചാനലിൽ കവർ ചെയ്യുന്നത്. അപ്പം ആദ്യം വരുന്ന ഫിസിക്സ് ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിലെ 8th ചാപ്റ്ററാണ് മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ്. ഈ ചാപ്റ്ററിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ്, അത് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം, അതിനെ ഏതൊക്കെ യൂണിറ്റ്സിൽ റെപ്രസെൻറ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന 8th ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിലേക്ക് കിടക്കും മുന്നേ മെഷർമെൻറ്റ്സ് യൂണിറ്റ്സ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ഫിസിക്സിലുടനീളം നമ്മൾ പഠിക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റി തന്നെയാണ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്ന ഏതൊരു ക്വാണ്ടിറ്റിയും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റും. അതായത് ഒരു മെഷർമെൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഒരു ക്വാണ്ടിറ്റിയെ ക്വാണ്ടൈസ് ചെയ്യാൻ പറ്റുകയാണ്, അതായത് അളന്നെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്തരം ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതായത് അളന്നെടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് 2 കമ്പോണൻസ് ആണുള്ളത്. ഒന്നാമത്തേതെന്ന് വെച്ചാൽ ന്യൂമറിക്കൽ വാല്യൂ. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടായിരിക്കും, മാത്രമല്ല യൂണിറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് 2 കമ്പോണൻസ് ആണ് വരുന്നത്, ന്യൂമറിക്കൽ വാല്യൂ, യൂണിറ്റ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ ഒരു ബോർഡ്, ഞാൻ ഈ ബോർഡിനെ മെഷർ ചെയ്തു. 1 മീറ്റർ ആണ് ഈ ബോർഡിന് ഞാൻ മെഷർ ചെയ്ത ലെങ്ത്. ഓക്കെ, ലെങ്ത് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, ലെങ്ത് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എനിക്ക് അളന്നെടുക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 1, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ. ഓക്കെ, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും 2 കമ്പോണൻസ് ആണുള്ളത്, ഒന്ന് ന്യൂമറിക്കൽ വാല്യൂ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ്. ഇത്രയുമാണ് ഫിസിക്കൽ. ജസ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ മെഷർമെൻറ്റും യൂണിറ്റും പഠിച്ചിട്ട് കാര്യമുള്ളൂ. അതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നതാണ്. അളന്നെടുക്കാൻ പറ്റുന്ന ഏതൊരു ക്വാണ്ടിറ്റിയും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റും. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് 3 ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഒന്നെന്ന് പറയുന്നത് ലെങ്ത്, രണ്ടാമത്തത് മാസ്, മൂന്നാമത്തത് ടൈം. 3 ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ലെങ്ത്, മാസ്, ടൈം. ഈ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്ക് കടക്കാം, ലെങ്തിലേക്ക് കടക്കാം. ലെങ്ത് എന്താണ്? ലെങ്ത് സിമ്പിളായി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് നമ്മൾ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. നീളം, മലയാളത്തിൽ പറഞ്ഞ നീളം. ഓക്കെ, ലെങ്ത്. നമുക്ക് ലെങ്ത് അടുത്ത മെഷർമെന്റിലേക്ക് കിടക്കാം. ലെങ്തിനെ എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം? നമ്മൾ ഓൾഡൻ ഡേയ്സിന് കാര്യം എടുത്തു കഴിഞ്ഞാൽ, ആൻഷ്യൻ ടൈംസിൽ നമ്മൾ ലെങ്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന മെത്തേഡ്സ് ഒന്നെന്ന് പറയുന്നത് സ്ട്രെച്ച്ഡ് പാം എന്ന് പറയും. അതായത് തമ്പ് മുതൽ ഈ സ്മോൾ ഫിംഗർ വരെയുള്ള ഡിസ്റ്റൻസ്, ഇതായിരുന്നു ആദ്യം സ്കെയിൽ പണ്ട് ആൻഷ്യൻ ടൈംസിൽ യൂസ് ചെയ്തിരുന്നത്. അതായത് ഇപ്പോൾ ഈ ബോർഡിന്റെ ലെങ്ത് എനിക്ക് മെഷർ ചെയ്യണമെങ്കിൽ സ്ട്രെച്ച്ഡ് പാം ഉപയോഗിച്ച് ഇങ്ങനെ ഈ മെത്തേഡിൽ ലെങ്ത് മെഷർ ചെയ്യും. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് നീ മുതൽ മിഡിൽ ഫിംഗർ വരെ ഈ ഡിസ്റ്റൻസ് നമ്മൾ ആം ലെങ്ത് എന്ന് പറയുന്നു. ഇതും ഒരു ആൻഷ്യൻ മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് ലെങ്ത് ആണ്. ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൻഷ്യൻ മെത്തേഡിൽ ഒന്നെന്ന് പറയുന്നത് ഔട്ട്സ്ട്രെച്ച്ഡ് പാം, ഇങ്ങനെ ഒന്ന് ആം ലെങ്ത്, നമ്മുടെ ആമിൻ്റെ ലെങ്ത്, പിന്നെ ഫൂട്ട് ലെങ്ത്. ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് വന്നപ്പോൾ നമുക്കറിയാം, ഓരോ ആൾക്കാർക്കും പാം ലെങ്തും ആം ലെങ്തും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാളുടെ ഹൈറ്റും പാമിൻ്റെ വിഡ്ത്തും അനുസരിച്ച് ഈ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു സ്കെയിലിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഓരോ മനുഷ്യരും മെഷർ ചെയ്യുന്ന വാല്യൂ ഓരോന്നാണെങ്കിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഒരു മെഷർമെൻറ്റും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് സ്കെയിലിൻ്റെ ആവശ്യമുണ്ട്. അപ്പം സ്റ്റാൻഡേർഡ് സ്കെയിൽ നമ്മൾ യൂഷ്വലി SI സിസ്റ്റം എന്നാണ് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് നമ്മൾ സിംപ്ലി പറയും. ഓക്കെ, അപ്പോൾ ആ SI യൂണിറ്റ് പ്രകാരം ഈ
ലെങ്തിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇസ് മീറ്റർ. മീറ്റർ നമ്മൾ തന്നെ സ്മോൾ ലെറ്റർ എം യൂസ് ചെയ്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളാണ് നമ്മൾ SI യൂണിറ്റ്സ് എന്ന് പറയുന്നത്. SI യൂണിറ്റ്സ് പ്രകാരം ലെങ്തിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. നമ്മൾ അതിനെ സ്മോൾ എം വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് 1 മീറ്റർ? എങ്ങനെ 1 മീറ്റർ ഡിഫൈൻ ചെയ്യാം നോക്കാം. 1 മീറ്റർ മീറ്ററിന് വരുന്ന 2 ഡെഫിനിഷൻസ് ആണ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലെങ്ത് ബിറ്റ്വീൻ 2 മാർക്സ്. Okay, it is length between 2 marks on a metal rod made up of platinum iridium alloy. Platinum iridium alloy യൂസ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു മെറ്റൽ ബാർ. ആ മെറ്റൽ ബാർ പ്രിസർവ് ചെയ്തിട്ടുള്ളത് പാരീസിലാണ്. പാരീസിലെ ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷർമെന്റിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്ലാറ്റിനം ഇറിഡിയം അലോയ് യൂസ് ചെയ്തിട്ടുള്ള മെറ്റൽ ബാർ ഉണ്ട്. ആ ബാറിൽ 2 മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. ആ മാർക്കിങ്സ് ലെങ്ത് ബിറ്റ്വീൻ ആ മാർക്കിങ്സ് തമ്മിലുള്ള ലെങ്ത് ആണ് 1 മീറ്റർ സ്റ്റാൻഡേർഡ്. ആ പ്ലാറ്റിനം ഇറിഡിയം അലോയ് മെറ്റൽ ബാർ പ്ലേസ് ചെയ്തിരിക്കുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അത് പാരീസിലെ ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് മെഷർമെന്റ് ആൻഡ് വെയ്റ്റ്സിൽ പ്രിസർവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ കഴിയും. ഇതാണ് 1 മീറ്ററിൻ്റെ സ്റ്റാൻഡേർഡ് സ്കെയിൽ. പ്ലാറ്റിനം ഇറിഡിയം അലോയിൽ 2 മാർക്കിങ്സ് കാണാൻ പറ്റും. പിന്നെ ഒരു ഡെഫിനേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ 1 മീറ്റർ എന്ന് പറയുന്നത് ലൈറ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ലൈറ്റ് in 1/2.99 into 10⁻⁸ seconds. 1/2.99 into 10⁸ seconds ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് 1 മീറ്റർ. 1 മീറ്റർ എന്ന് പറയുന്നത് 1/2.99 into 10⁸ seconds ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് 1 മീറ്റർ. അങ്ങനെ 2 ഡെഫിനിഷൻസ് ആണ് മീറ്ററിനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഒരു മീറ്റർ എന്ന് പറയുന്നത് പ്ലാറ്റിനം ഇറിഡിയം അലോയ് പാരീസിലെ ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് മെഷർമെന്റ്സ് ആൻഡ് വെയ്റ്റ്സിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റിനം ഇറിഡിയം അലോയ് ഉണ്ട്. അതിൽ 2 മാർക്കിങ്സ് ഉണ്ട്. ആ മാർക്കിങ്സ് തമ്മിലുള്ള ലെങ്തിനെയാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത്. മറ്റൊരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ 1/2.99 into 10⁸ സെക്കൻഡ്സിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത്. തിയറിറ്റിക്കലി 2 ഡെഫിനിഷൻസ് ആണുള്ളത്. ഈ ലാസ്റ്റ് പറഞ്ഞ ഡെഫിനിഷൻ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷൻ മോഡേൺ ഡെഫിനിഷൻ ആണ്. അതാണ് പ്രാക്ടിക്കലി കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് 1 മീറ്ററിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ലൈറ്റിന്റെ ട്രാവലിംഗ് പാത്ത് അനുസരിച്ചാണ്. ഓക്കെ, ഇത്രയുമാണ് മീറ്റർ. ഇനി വരുന്നത് സ്മോളർ യൂണിറ്റ്സ്. എന്തൊക്കെയാണ് മീറ്ററിന്റെ സ്മോളർ യൂണിറ്റ്സ്? നമുക്കറിയാം വൺ മീറ്റർ ആണ്. നമ്മൾ പറഞ്ഞു ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. എന്നാൽ 1 മീറ്ററിന് താഴെ വരുന്ന മെഷർമെന്റ്സ് എങ്ങനെ നമുക്ക് ഏത് യൂണിറ്റ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സെന്റിമീറ്റർ. ഇപ്പൊ നമുക്ക് മെഷർ ചെയ്യാനുള്ളത് 1 മീറ്ററിനേക്കാളും താഴെയുള്ള വാല്യൂസ് ആണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സെന്റിമീറ്റർ യൂസ് ചെയ്താണ്. സെന്റിമീറ്ററിനെ cm എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. 100 സെന്റിമീറ്റർ മീൻസ് 1 മീറ്റർ. ഓക്കെ, അപ്പം 1 മീറ്ററിൽ താഴെയുള്ള വസ്തുക്കളെ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ 100 സെന്റിമീറ്റേഴ്സ് ആണ് 1 മീറ്റർ ഉണ്ടാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ. സെന്റിമീറ്ററും മില്ലിമീറ്ററും. മില്ലിമീറ്റർ പൊതുവെ എം എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 10 millimeter makes 1 centimeter. 10 മില്ലിമീറ്ററുകൾ ചേർന്നാണ് 1 സെന്റിമീറ്റർ ആകുന്നത്. ഓക്കെ, സ്മോളർ യൂണിറ്റ്സ് ഒന്നാമത്തത് സെന്റിമീറ്റർ ആണ്. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. ദെൻ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ ആണ്.
10 മില്ലിമീറ്ററിനാണ് 1 സെന്റിമീറ്റർ. നമുക്ക് നമ്മുടെ സാധാരണ മീറ്റർ സ്കെയിൽ ചെക്ക് ചെയ്താൽ അറിയാം. ഞാൻ റഫായിട്ടൊരു മീറ്റർ സ്കെയിൽ വരയ്ക്കുകയാണ്. ഇതൊരു മീറ്റർ സ്കെയിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫ്രം 0 തുടങ്ങി 100 ഡിവിഷൻസ് കാണും. ഓക്കെ, ഒരു മീറ്റർ സ്കെയിലിനെ ഈ 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ പാർട്സിനെയും നമ്മൾ സെന്റിമീറ്റർ എന്ന് പറയുന്നു. അതുപോലെ ഓരോ സെന്റിമീറ്ററും 10 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഓരോ ഡിവിഷനും നമ്മൾ മില്ലിമീറ്റർ ആണ്. 1 മില്ലിമീറ്റർ ആണ്. ഓരോ ഡിവിഷൻ 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഒരു മീറ്റർ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു മീറ്റർ സ്കെയിലിനെ 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ പാർട്ടും 1 സെന്റിമീറ്റർ ആണ്. അതിൽ ഓരോ സെന്റിമീറ്ററും 10 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോന്നും 1 മില്ലിമീറ്റർ ആണ്. അത്രയുമാണ് മീറ്റർ സ്കെയിലിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, നമ്മൾ സ്മോളർ യൂണിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 2 സ്മോളർ യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ്? സെന്റിമീറ്റർ പറഞ്ഞു, മില്ലിമീറ്റർ പറഞ്ഞു. ഇനി സെന്റിമീറ്ററിനേക്കാളും മില്ലിമീറ്ററിനേക്കാളും താഴെയുള്ള അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള വസ്തുക്കളെ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് മൈക്രോമീറ്റർ. മൈക്രോമീറ്റർ അതിന് സിംപ്ലി മ്യൂ, ഇതാണ് മ്യൂവിന്റെ സിമ്പിള്. മ്യൂ എം എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 10⁻⁶ മൈക്രോമീറ്റർ ചേർന്നാണ് ഒരു മീറ്റർ ഉണ്ടാകുന്നത്. 10⁻⁶ എന്ന് പറയുമ്പോൾ 10⁶ മൈക്രോമീറ്റർ = 1 മീറ്റർ. അതുപോലെ മൈക്രോമീറ്ററിനേക്കാളും താഴെയുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതായിട്ടുള്ള വസ്തുക്കളെ അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് നാനോമീറ്റർ. NM എന്നാണ് നാനോമീറ്റർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. 10⁻⁹ നാനോമീറ്റേഴ്സ് മേക്സ് 1 മീറ്റർ. 10⁻⁶ മൈക്രോമീറ്റർ മേക്സ് 1 മീറ്റർ. അതുപോലെ 10⁻⁹ നാനോമീറ്റർ മേക്സ് 1 മീറ്റർ. അപ്പോൾ സ്മോളർ മീറ്ററിനേക്കാളും സ്മോളർ യൂണിറ്റ്സ് ഒന്നാമത്തത് സെന്റിമീറ്റർ, ദെൻ മില്ലിമീറ്റർ, ദെൻ മൈക്രോമീറ്റർ, നാനോമീറ്റർ. ഇത്രയുമാണ് മീറ്ററിന്റെ സ്മോളർ യൂണിറ്റ്സ്. ഓക്കെ, ഇനി ബിഗർ യൂണിറ്റ്സ് നോക്കാം. ഒരു മീറ്ററിനേക്കാളും കൂടുതൽ നീളമുള്ള വസ്തുക്കളെ അളക്കാൻ, അതായത് നമുക്ക് ഈ സിറ്റിയിൽ നിന്നും അടുത്ത സിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് അളക്കാൻ, അല്ലെങ്കിൽ ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഓർ ഡിസ്ട്രിക്ട് ടു ഡിസ്ട്രിക്ട് ആ ലെങ്ത് അളക്കാനായിട്ട് മീറ്റർ നമുക്ക് പറ്റില്ലല്ലോ. മീറ്ററിനേക്കാളും വലിയൊരു യൂണിറ്റ് വേണം. ആ യൂണിറ്റ് ആണ് കിലോമീറ്റർ. കിലോമീറ്റർ സിംപ്ലി നമ്മൾ km എന്നാണ് കിലോമീറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, 1000 മീറ്റർ മേക്സ് 1 കിലോമീറ്റർ. 1000 മീറ്ററുകൾ ചേരുമ്പോഴാണ് 1 കിലോമീറ്റർ ആകുന്നത്. രണ്ടാമത്തെ ബിഗർ യൂണിറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് മീറ്റർ എന്ന് പറയുന്നത് ആസ്ട്രോണമിക് യൂണിറ്റ് ആണ്. ആസ്ട്രോണമിക് യൂണിറ്റ് എന്ന് പറയുന്നത് എർത്ത് മുതൽ അല്ലെങ്കിൽ എർത്തിൽ നിന്നും സണ്ണ് വരെയുള്ള ഡിസ്റ്റൻസ്, ആവറേജ് ഡിസ്റ്റൻസ് ആണ് 1 ആസ്ട്രോണമിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ആസ്ട്രോണമിക് യൂണിറ്റ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ആസ്ട്രോണമി റിലേറ്റഡ് ആയിട്ടുള്ള മെഷർമെന്റ്സ് വരുമ്പോഴാണ്. അതായത് എർത്തിൽ നിന്നും മറ്റൊരു പ്ലാനറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ സണ്ണിൽ നിന്നും മറ്റൊരു പ്ലാനറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അങ്ങനെ ആസ്ട്രോണമിക് ലെവൽ ഓഫ് മെഷർമെന്റ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ആസ്ട്രോണമിക് യൂണിറ്റ്. 1 ആസ്ട്രോണമിക് യൂണിറ്റ് എന്ന് പറയുന്നത് എർത്തിൽ നിന്നും സണ്ണ് വരെയുള്ള ആവറേജ് ഡിസ്റ്റൻസ്, അതാണ് 1 ആസ്ട്രോണമിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് 15 crore kilometers ആണ്. വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 15 crore kilometers ആണ് 1 ആസ്ട്രോണമിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ആസ്ട്രോണമിക് യൂണിറ്റ് എന്ന് പറയുന്നത് എർത്ത് മുതൽ സണ്ണ് വരെയുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ് 1 ആസ്ട്രോണമിക് യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആസ്ട്രോണമിക് ലെവൽ ഓഫ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ വെരി ലാർജ് മെഷർമെന്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. കിലോമീറ്ററിലോ മീറ്ററിലോ നിൽക്കാത്ത മെഷർമെന്റ്സ് ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ആസ്ട്രോണമിക് യൂണിറ്റ്. 1 ആസ്ട്രോണമിക് യൂണിറ്റ് ഈസ് ഈക്വൽ ടു 15 crore, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 15 crore kilometers. അടുത്ത ബിഗർ യൂണിറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ഇയർ ആണ്. ലൈറ്റ് ഇയർ പേര് കേൾക്കുമ്പോൾ തോന്നും ടൈമിന്റെ യൂണിറ്റ് ആണ് തോന്നും, ഇയർ. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, ലെങ്തിന്റെ യൂണിറ്റ് ആണ്.
1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഒരു വർഷം ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. നമുക്കറിയാം ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ സ്പീഡിൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ലൈറ്റ് 1 ഇയറിൽ ട്രാവൽ ചെയ്യുന്ന ദൂരത്തിനെയാണ് നമ്മൾ 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പം 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ലൈറ്റ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ലൈറ്റ് 1 ഇയറിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. വളരെ ലാർജ് ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് ആണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 9.46 × 10⁻12 കിലോമീറ്റർ. 9.46 × 10⁻12 കിലോമീറ്റർ ആണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. 1 ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ ലൈറ്റ് ഒരു ഇയർ ട്രാവൽ ചെയ്യുന്ന ദൂരമാണ് 1 ലൈറ്റ് ഇയർ. ഇനി പാരലാക്റ്റിക് സെക്കൻഡ് or simply parsec. ഓക്കെ, parsec എന്നാണ് പറയുന്നത്. 1 parsec എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ ആണ്. അപ്പോൾ അറിയാം ലൈറ്റ് ഇയറിനേക്കാളും വലിയ യൂണിറ്റ്, ബിഗർ യൂണിറ്റ് ആണ് പാഴ്സെക്. 1 പാഴ്സെക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയേഴ്സ് ആണ്. ഓക്കെ, ഇത്രയുമാണ് ലെങ്ത്തിന്റെ ബിഗർ യൂണിറ്റ്സ്. ഏതൊക്കെയാണ് ലെങ്ത്തിന്റെ ബിഗർ യൂണിറ്റ്സ്? കിലോമീറ്റർ, then astronomic unit, then light year, then parallactic second or parsec. ഇത്രയും 4 ലെങ്ത്തിന്റെ ബിഗർ യൂണിറ്റ്സ്. ഓക്കെ, നമ്മൾ അപ്പൊ സ്മോളർ യൂണിറ്റ്സും ബിഗർ യൂണിറ്റ്സും നമ്മൾ സമ്മപ്പ് ചെയ്യുവാണെങ്കിൽ സ്മോളർ നമ്മൾ ഏതൊക്കെ പഠിച്ചു? സെന്റിമീറ്റർ ഉണ്ട് സ്മോളർ യൂണിറ്റ്, then മില്ലിമീറ്റർ, then മൈക്രോമീറ്റർ, നാനോമീറ്റർ. സിംബൽസ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ബിഗർ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് കിലോമീറ്റർ ഓഫ് ബിഗർ യൂണിറ്റ് നമ്മൾ പഠിച്ചു, ആസ്ട്രോണമിക് യൂണിറ്റ് പഠിച്ചു, ലൈറ്റ് ഇയർ പഠിച്ചു, പിന്നെ ലാസ്റ്റ് വൺ പഠിച്ചത് പാഴ്സെക്. ലെങ്ത്തിന്റെ ബിഗർ യൂണിറ്റ്സ് ആയി സ്മോളർ യൂണിറ്റ്സ് ആയി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബിഗർ ആൻഡ് സ്മോളർ യൂണിറ്റ്സിൽ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാനുള്ളത്. ലെങ്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് മില്ലിമീറ്റർ, സെന്റിമീറ്റർ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ. അതായത് ടെക്സ്റ്റിന്റെ കൂടെ ഇങ്ങനെ പറഞ്ഞു വരുന്നുള്ളൂ. പിന്നെ താഴെ ഒരു ബോക്സിലാണ് ബാക്കി ഈ നാനോമീറ്ററും മൈക്രോമീറ്ററും പിന്നെ കിലോമീറ്ററും എല്ലാം ബോക്സിനകത്താക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, നമുക്കിനി കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാനുള്ളത്. അതിന് മുന്നേ എന്താണ് ലീസ്റ്റ് കൗണ്ട്? നമുക്കറിയാം യൂഷ്വലി നമ്മൾ ലെങ്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മീറ്റർ സ്കെയിലാണ്. ഒരു എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു ഇൻസ്ട്രുമെന്റിനും മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഒരു മീറ്റർ സ്കെയിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മീറ്റർ സ്കെയിൽ യൂസ് ചെയ്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. നമുക്കറിയാലോ 1 മില്ലിമീറ്റർ. നമുക്ക് 0ക്ക് ശേഷമുള്ള ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് തന്നെ 1 മില്ലിമീറ്റർ ആണ്. അപ്പം മീറ്റർ സ്കെയിൽ യൂസ് ചെയ്ത് നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവെന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. അതുകൊണ്ട് ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ. ഇതുപോലെ തന്നെ എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് സ്ക്രൂ ഗേജ് ആയാലും വെർണിയർ കാലിപ്പസ് ആയാലും മൈക്രോസ്കോപ്പ് ആയാലും എല്ലാത്തിനും ലീസ്റ്റ് കൗണ്ട്സ് ഉണ്ട്. ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഓർ ഏറ്റവും ചെറിയ അളവിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മീറ്റർ സ്കെയിലിനെ സംബന്ധിച്ചിടത്തോളം 1 മില്ലിമീറ്റർ ആണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലീസ്റ്റ് കൗണ്ട് വരെയാണ് പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലെങ്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ നിർദ്ദേശമുണ്ടെങ്കിലോ അഭിപ്രായങ്ങളുണ്ടെങ്കിലോ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.